ഹായ് ഫ്രണ്ട്സ്, ഉണ്ണിറോസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അത്ര സുഖമായിട്ടല്ല ഇരിക്കണത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കണ്ടിട്ട് തന്നെ കുറേ ദിവസമായില്ലേ. എനിക്ക് തോന്നുന്നു ഒരു 29-ാം തീയതി തൊട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. 29-ാം തീയതി ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും ദിവസങ്ങളായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പനി ഉണ്ടായിരുന്നു, അതുപോലെ ഭയങ്കര ചുമയുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും മാറിയിട്ടില്ല. സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, മാറിയിട്ടില്ല. പിന്നെ അത്യാവശ്യം മൊഡാൾ സിൽക്കിൻ്റെ കുറേ മെറ്റീരിയൽ നമുക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ ഇടാണ്ട് ഒരു രക്ഷയില്ല. എന്താ പറയുക, വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ, അതിന് ഞാൻ വീഡിയോ ഇട്ടേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് വന്നത്. പിന്നെ 2 ദിവസം മിക്കവാറും ഈ മൊഡാൾ സിൽക്കിൻ്റെ വീഡിയോ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള, അതായത് ജനുവരി 1-ാം തീയതിക്ക് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓഫറിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും പിന്നെ ബാക്കി ഈ ആഴ്ച ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും പഴയതുപോലെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ഇപ്പം എനിക്ക് അധികം വീഡിയോസ് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് മൊഡാൾ സിൽക്കിൻ്റെ 2 എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, ചുമ വരുന്നത്, അധികം സംസാരിക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കുറവിൽ കേൾക്കുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. എനിക്ക് സൗണ്ട് ആദ്യത്തെ പോലെ ഭയങ്കര സൗണ്ട് എടുത്തിട്ട് സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ സൗണ്ടിൽ സംസാരിക്കണത്. അപ്പോൾ വേഗം നമുക്ക് ഇന്നത്തെ മൊഡാൾ സിൽക്കിൻ്റെ മെറ്റീരിയൽസ് കണ്ടു തുടങ്ങാം കേട്ടോ. അതിൽ മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ന്യൂ ഇയറിന് ഇടാനായിട്ട് വേറൊരു വീഡിയോ, ഈ മൊഡാൾ സിൽക്കിൻ്റെ അല്ല, വേറൊരു മൊഡാൾ സിൽക്കിൻ്റെ വീഡിയോ ആയിട്ട് ന്യൂ ഇയറിന് ഒരു ചെറിയൊരു ഓഫറും ഒക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെ അടുത്ത് ഒരു ന്യൂ ഇയർ ആശംസിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ന്യൂ ഇയറിന് ഞാൻ ഫുള്ള് കെടുപ്പായിരുന്നു. അപ്പോൾ ആരുടെ അടുത്തും ഞാൻ ന്യൂ ഇയർ പറഞ്ഞിട്ടില്ല. ഇത് വൈകിയാലും എല്ലാവരുടെ അടുത്തും പറയുകയാണ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെന്താ, ഞാൻ എന്താ പറയാമെന്ന് അറിയുന്നില്ല. നമുക്ക് വേഗം മെറ്റീരിയൽസ് കണ്ടു തുടങ്ങാം കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഒരു പ്രത്യേകത, ഇപ്രാവശ്യം എന്നല്ല, ആദ്യമായിട്ട് മൊഡാൾ സിൽക്കിൽ ഒരു ക്രീം ഷെയ്ഡ് എനിക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ക്രീം കളർ കൊണ്ടുവരുന്നത്. പോരാത്തതിന് യെല്ലോ ഉണ്ട് കേട്ടോ. യെല്ലോ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പരാതിയാണ്. പക്ഷേ ഗ്രീൻ വന്നിട്ടില്ല, യെല്ലോ ഉണ്ട്. മൊഡാൾ സിൽക്കിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. അത്രയും ബെസ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ ഈ മൊഡാൾ സിൽക്കിൽ ഏറ്റവും ആദ്യം എടുത്തിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് ഇത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് തന്നെ ഏറ്റവും ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഇതിൽ നിന്ന്, എൻ്റെ ഷോപ്പിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ഏറ്റവും വില കൂടിയ മെറ്റീരിയൽ ഇതാട്ടോ. ഞാൻ ഇത്ര റേറ്റിനൊന്നും ആദ്യമൊന്നും എടുത്തിരുന്നില്ല. നമ്മളൊരു 1500, എന്താ പറയുക, കൂടിയാൽ 2000, അതിൽ വിട്ടൊന്നും ഞാൻ എടുക്കാറില്ല. ആദ്യമൊന്നും എടുക്കാറില്ല. ഇപ്പം എടുക്കും, ആദ്യമൊന്നും എടുക്കാറില്ല. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഇത്രയും റേറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുള്ളത് ഇതാ. അപ്പോൾ ഇതന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് എത്ര വർഷമായി എന്നറിയോ? ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. ഇതിന് പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിന് ലൈനിങ് ഇട്ടത് കോട്ടൻ്റെ ലൈനിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായി ചുരുങ്ങിയിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് നന്നായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫാബ്രിക്കിന്, മൊഡാൾ സിൽക്കിൻ്റെ ഫാബ്രിക്കിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ മെറ്റീരിയൽ കേട്ടോ. നല്ലൊരു, ഇപ്രാവശ്യത്തേനൊക്കെ ഒരു ചെറിയ ചെറിയ കളറിൽ ചെറിയ മാറ്റങ്ങൾ. ഇപ്പോൾ റെഡ് നമുക്ക് വന്നിരുന്നതിലും വിട്ട് ഇതൊരു ചെറിയൊരു, എന്താ പറയുക, ഒരു മെറൂൺ കൂടുതൽ അങ്ങനെയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ കളറിൽ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എപ്പോഴും വരാറുള്ള നമ്മുടെ ഡിസൈനുകൾ ഉണ്ടല്ലോ, ആ ഡിസൈനുകൾ വിട്ട് വേറെ പുതിയ പുതിയ ഡിസൈനുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. കുറേ പറഞ്ഞു അല്ലേ, കുറേ നാളായില്ലേ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് സംസാരിച്ചിട്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെറ്റീരിയൽ കേട്ടോ. ഇത് നമുക്ക് റെഡിഷ് മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കണ്ട നല്ല ഭംഗിയിൽ അതുപോലെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലീഫാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫുള്ള് ഡോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടിഭാഗത്ത് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ നമ്മുടെ പുറം സൈഡില്ലേ, ആ ഭാഗത്തായിട്ട് ഇതാ ഒരു വലിയൊരു ഈ ഒരു ബൂട്ട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ മെറ്റീരിയലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്.
ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 48, 49, 50 ആ ഒരു ലെങ്ത് എന്തായാലും ഉണ്ട് കേട്ടോ. എല്ലാ മെറ്റീരിയലിനും. അതുപോലെ തന്നെ ദുപ്പട്ടയ്ക്ക് 2.5 മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. കണ്ട നല്ല ഭംഗിയില്ലേ? നമ്മളെപ്പോഴും കാണിക്കുന്നതിൽ വിട്ടിട്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈനല്ല വന്നിട്ടുള്ളത്. കണ്ട രസമാണ് നമുക്ക്. ഇതിന് ബോട്ടം റെഡ് കളറിൽ കോട്ടൺ സിൽക്ക് സാധാ പോലെ തന്നെ നമ്മൾ കൊണ്ടുവരാറില്ല, സാധാ ബോട്ടം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2599 ആയിരുന്നു മൊഡാൾ സിൽക്കിൻ്റെ ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇതിനത്ര അതല്ല കേട്ടോ, നമ്മളുടെ പണ്ടത്തെ റേറ്റാണ് 2899. ആദ്യം നമ്മൾ 2899 ആണ് എല്ലാം സെയിൽ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് മെറ്റീരിയൽ എത്തിക്കുന്നത്. നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും അതിന് ആ മെറ്റീരിയലിന് റേറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ ഈ ഒരു മെറ്റീരിയലിന് നമുക്ക് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2899 ആണ്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ക്രീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതാ എനിക്കറിയാം ഒരുപാട് പേർക്ക് ക്രീം ഇഷ്ടമുണ്ടാവും. ക്രീം കളറിൽ മൊഡാൾ സിൽക്കിൽ കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബൂട്ട വരുന്നുണ്ട്. അടിഭാഗത്ത് ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ കണ്ട ഫ്രണ്ട് ഭാഗത്തും അടിഭാഗത്തായിട്ടൊരു ബോർഡർ വരുന്നുണ്ട് ഇതുപോലെ കേട്ടോ. ക്രീം നല്ല ഭംഗിയല്ലേ? ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുന്നത് ഇതാ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ള ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടത്തിലും വരുന്നത്. ഇതുപോലെ കേട്ടോ നല്ല ഭംഗിയിലാണ്. അടുത്ത കണ്ട നല്ല ബ്ലൂ കളറ്, എന്താ പറയുക, നല്ല ഇൻഡിഗോ ബ്ലൂ കളറിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. സാധാരണ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ബ്ലൂവിന് വരാറ്. ഇത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള സെറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ സെയിം തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കണ്ടേ. ചൂടുവെള്ളമാണ്, അല്ലാണ്ട് എനിക്കടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതുപോലെ വരും, നല്ല ഭംഗിയിട്ട് കാണാൻ. ബോട്ടം നല്ല ബ്ലൂ കളറിൽ വരുന്ന ബോട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഓക്കെ ആവും. ഇനി ഞാനിപ്പോൾ 2 വീഡിയോ മാത്രം മൊഡാൾ സിൽക്കിൻ്റെ എടുത്തിട്ട് പഴയ ഓഫറിൻ്റെ വീഡിയോസാണ് ഞാൻ ഇടാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് വീക്കിലെ വീഡിയോ ഇടുള്ളൂ. അടുത്തത് കണ്ട, അടുത്തതിനുണ്ടല്ലോ ബാക്കിൽ ആ ബൂട്ട കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. കണ്ട ബാക്ക് സൈഡിൽ ആ ബൂട്ട വരുന്നില്ല ബ്ലാക്ക് കണ്ട. അതുപോലെ തന്നെ ഇതന്നെ സെയിം ഈ മോഡൽ കൊണ്ടുവന്ന ആ ടൈമിലായിരുന്നു ഇതുപോലെ പല പല ഡിസൈനിൽ പാനലായിട്ട് അതുപോലെ വെറൈറ്റി ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സെറ്റിൻ്റെ ഒക്കെ ഒപ്പം ബ്ലാക്ക് മാത്രമേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്ലാക്കിൽ പല പല ഡിസൈനുകളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പം ഇത് അതുപോലെ നമുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ദുപ്പട്ട. ബോട്ടം ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ബോട്ടമാണ് കേട്ടോ. അടുത്തത് നല്ല യെല്ലോ ആണ് കേട്ടോ. അതിൻ്റെ അടിപൊളി യെല്ലോ കേട്ടോ, ഭംഗിയാ കാണാൻ. ബാക്ക് സൈഡ് ബൂട്ട ഒക്കെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. വാഷ് ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഈ ചുരിദാറുകൾ ഇടുന്നത് കംപ്ലീറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ഹാൻഡ് വാഷാണ് ചെയ്യണത്. വാഷിംഗ് മെഷീനിലൊന്നും ഇടാറില്ല, ഹാൻഡ് വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ മൊഡാൾ സിൽക്കിൻ്റെ മെറ്റീരിയൽ വാഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതാണ് എൻ്റെ ബോട്ടം. ഈ ഡിസൈൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഡിസൈൻ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വേറെ ഡിസൈനാണ്. ഇത് പാനലാണ് കണ്ട. നെക്ക് കണ്ടോ, ഒരു വി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പാനലാണ് വന്നിട്ടുള്ളത്. എന്തോ ഭംഗിയാ നോക്കൂ. ബാക്ക് വരുന്നത് ഇതുപോലെ ഒരു പൂവാണ് കേട്ടോ ബാക്കിൽ വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ. എന്നിട്ട് അടിയിലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെയാണ് വരിക. ഇതിൻ്റെ ദുപ്പട്ട അതുപോലെ കേട്ടോ. ബോട്ടം വന്നിട്ട് ബ്ലൂ കളറിലുള്ള ബോട്ടാണ്.
അടുത്തത് ഇതിൻ്റെ റെഡിഷ് മെറൂണാണ്. ഇതുപോലെ കേട്ടോ, ബാക്ക് ഇതുപോലെ ഇങ്ങനെ വരും. ദുപ്പട്ടതാണ്, ബോട്ടതാണ്. അടുത്തത് ഇതിൻ്റെ ക്രീമാണ്. കണ്ടോ ഡ്രസ്സാ, ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ. ദുപ്പട്ട വരുന്നത് ഇതാണ്, ബോട്ടം വരുന്നത് ബ്ലൂ കളർ. നെക്സ്റ്റ് യെല്ലോ ആണ്, സെയിം തന്നെ യെല്ലോ ഇതുപോലെ കേട്ടോ. യെല്ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അടിയാണ് എല്ലാവരും യെല്ലോ ചോദിച്ചിട്ട്. പ്രാവശ്യം നമുക്ക് കുറച്ചധികം യെല്ലോ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടം. അടുത്തത് ഡിസൈൻ വ്യത്യാസമുണ്ട്. പക്ഷെ അതിൽ യെല്ലോയും ഇല്ല, ബ്ലൂ ഇല്ല, അതുപോലെ ക്രീം ഇല്ല അല്ലേ, 2 കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. ഈ ഒരു ഡിസൈനിൽ നല്ല ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. സ്ട്രൈപ്സ് ആണ്. ഇതിൻ്റെ വേറെ ഇല്ലല്ലോ, ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കണ്ട നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇതുപോലെ കണ്ട പാനലാണ് വന്നിട്ടുള്ളത്. പാനലിലും ഇണ്ട മുകൾ ഭാഗത്ത് 6 ആഗ്. ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോഴാട്ടോ അപ്പോൾ ഇത് കാണുന്നത് തന്നെ. പിന്നെ ഒരു ചെറിയൊരു ഇതുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഉണ്ടോ, ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, നമുക്ക് സാധാരണ വരാറുള്ള പ്രിൻ്റാണ്. കണ്ടോ, അജ്രക്കിൻ്റെ പ്രിൻ്റ് നമ്മൾ സാധാരണ വരാറില്ലേ, ആ പ്രിൻ്റൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മൊഡാൾ സിൽക്കിൽ അജ്രക് പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ രസമൊക്കെയാണ്. ഇതിന് ബാക്ക് വന്നിട്ടുള്ളത് സ്ട്രൈപ്സ് മാത്രം കേട്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരിക, ഇതുപോലെ വരിക. ബാക്കിൽ ഈ സ്ട്രൈപ്സ് വന്നിട്ട് കണ്ടോ, അടിയിലാണ് ഈ മുകൾ ഭാഗത്ത് കാണിക്കുന്ന ആ ബോർഡർ അടിയിലാണ് വരിക കേട്ടോ. ഇത് ഇങ്ങനെ തല തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ ഒരു ബോർഡർ ഇതിൻ്റെ ബാക്കിലും നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, വേണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ, ലെങ്ത് അനുസരിച്ച്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. കണ്ടോ, രസമുള്ള ദുപ്പട്ടയാണ് നോക്ക് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിന് ലൈനിങ് ഒന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും സ്ലീവിന് ലൈനിങ് വെച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ബോട്ടം, ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ ഉള്ളൂ കേട്ടോ, റെഡും ബ്ലാക്കും മാത്രമേ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളൂ. റെഡ് അല്ല കേട്ടോ, റെഡ് എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ മോഡൽ സിൽക്കിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് എടുക്കുന്നത് നാളത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ തന്നെയാവും നാളത്തെ വീഡിയോയിലും. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.